മക്കൾക്കായി 10 കാര്യങ്ങൾ. പാരന്റിങ് എന്താണ്? സ്പെൻഡ് ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ഉള്ള ടൈമുകൾ മാത്രം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, അല്ലാത്ത സമയം നമുക്ക് വേണ്ട. അങ്ങനെയാണോ സംഭവം? അല്ലല്ലോ. ദിവസേന 1/2 മണിക്കൂറെങ്കിലും കുട്ടിക്കൊപ്പം ചെലവഴിക്കാം. 1/2 മണിക്കൂർ. ഇത് ഫുൾ ടൈം ഞങ്ങളുടെ കൂടെയാണ്. അതാണ് ഞങ്ങളുടെ പ്രശ്നം. അത്ര താല്പര്യമില്ല. അതുവേണ്ട, മാറ്റാം. കൺട്രോൾ ഡിജിറ്റൽ ടൈം. ഡിജിറ്റൽ ടൈം കൺട്രോൾ ചെയ്യാനാണ്. കുട്ടികൾ ശീലങ്ങൾ പഠിക്കുന്നത് മാതാപിതാക്കളുടെ സ്വഭാവം നിരീക്ഷിച്ചാണ്. എന്ന് വെച്ചാ ദീർഘനേരം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന. എന്തിന് ഇത്ര നിലവിളിച്ച് ഉറക്കെ വായിക്കുന്നേ? നിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ. ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കുകയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ബുക്ക് ഇത് 10 കാര്യങ്ങളാണ്. നീ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കേട്ടോ. എന്നിട്ട് നമുക്ക് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കാം. ഇടി, അത് നീ മനസ്സിൽ വായിച്ചാ പോരെ. ഇങ്ങനെയാണെന്ന് നിലവിളിക്കുന്നതിന് നാട്ടുകാരും കൂടി കേൾക്കുന്ന രീതിയില്. എന്റെ റിങ്കി, നമ്മളൊരു സാധനം വായിക്കുമ്പോ നമുക്ക് മാത്രം വായിക്കാന്ന് വെച്ചാൽ സെൽഫിഷ് അല്ലേ? നാട്ടുകാരും കൂടെ പഠിക്കട്ടെ. പഠിക്കാൻ മാത്രം എന്താ ഇരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്തുണ്ടെന്ന് അറിയാം. എന്റെ അമ്മോ, എനിക്ക് നല്ല വിശപ്പെടി. ഞാൻ എന്തെങ്കിലും പോയി കഴിക്കാൻ പോണു. അമ്മ മുട്ടയും പാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്തോ. എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്തോന്ന് കാര്യം? എന്തോടി? നിനക്ക് സന്തോഷാവും. എനിക്ക് സന്തോഷമാണ് കാര്യം. എന്തോ? ചിക്കൻ മേടിച്ചാണ്. ചിക്കൻ മേടിച്ചാണ്. അയ്യോ അല്ല, അന്ന് വന്ന് എന്റെ സ്വഭാവം നിനക്കായിരിക്കാണല്ലോ. എത്ര ദിവസമായി പ്രോട്ടീൻ കഴിച്ചിട്ട്. വീണ്ടും നിർത്താറായില്ലേ ഇത്? എനിക്കും അതാ ഡൗട്ട്. 1 2 3 4 ഇത് കുറെ ആയില്ലേ? ഇത് നിർത്താറായില്ലേ? ഇപ്പൊ ഇതാരും കൊണ്ടുവന്ന്? ഇതിപ്പം അപ്പൂപ്പൻ. വേറെ ഒരു പണിയില്ലല്ലേ? ഇല്ല, ഒന്ന് വന്ന് പോയതല്ലേ ഉള്ളൂ. റിങ്കി, ചിലപ്പോ ഇത് നിനക്ക് ഇഷ്ടപ്പെടും. എനിക്കിപ്പൊ തൽക്കാലം ഒന്നും വേണ്ട. മനസമാധാനവും തരൂല. നിനക്ക് വേണ്ടായിരിക്കും, പക്ഷെ അപ്പൂപ്പന്റെ നല്ല പ്രഷർ ഉണ്ട് അവിടെ നിന്ന്. അച്ഛനും അമ്മ എന്തോ പറഞ്ഞേ? അവരെന്തോ പറയാ? നിന്റെ തീരുമാനമല്ലേ അവർക്ക് അറിയണ്ടേ? എന്റെ തീരുമാനം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കിത് പറയാനൊന്നുമില്ല. ഇപ്പൊ നീ മാറ്റി പറഞ്ഞ എന്തി? എന്തോന്ന് മാറ്റി പറയാ? ഇല്ല, എനിക്കൊരു വാക്കേ ഉള്ളൂ. എനിക്ക് മാറ്റി പറയേണ്ട ആവശ്യമില്ല. ഞാൻ പോട്ട്. ഇതൊന്നും ചിന്തിക്കരുത്. എന്തോന്നും ചിന്തിക്കാൻ? എനിക്കൊന്നും ചിന്തിക്കാനില്ല. അപ്പൂപ്പ ആലോചിച്ചെങ്കിൽ അപ്പൂപ്പൻ കെട്ടും. അത് അപ്പൂപ്പന്റെ അടുത്ത് പറയാൻ പറ്റും. റിങ്കി, അപ്പൂപ്പന്റെ അടുത്ത് പറയാൻ പറ്റുമോ ഇല്ലയോ ഞാൻ നോക്കട്ടെ. എടി, ഞാനും പറഞ്ഞു. വാ. എന്ത് കഷ്ടത്. അതിന്റെ ഇടയില് ഫോട്ടോ ഒക്കെ അയച്ചെന്ന് നോക്കട്ടെ. അയ്യോ, കൊള്ളാല്ല ചെറുക്കൻ. കണ്ട ഇഷ്ടം. വീണ്ടും തുടങ്ങിയല്ലേ? കല്യാണ ആലോചന എന്തുവാടി തുടങ്ങിയല്ലേ? പറഞ്ഞ അവളെടുത്ത് ഒരു മയത്തി പറയേണ്ട കാര്യം അപ്പൂപ്പൻ വിളിച്ച് പറഞ്ഞ് അച്ഛന്റെ അടുത്ത്. അപ്പൂപ്പൻ മറ്റേ കാര്യം പറഞ്ഞു, ഇന്നാൾക്കെ വന്ന ചെറുക്കനെ നമ്മൾ മുടക്കി വിട്ടെന്നുള്ളത്. ഇത്തവണ ഞാൻ മുടക്കിന്ന് അറിഞ്ഞോ അപ്പൂപ്പൻ? നീ മുടക്കിന്നല്ല, നമ്മൾ അപ്പൂപ്പനെ അറിയിപ്പിച്ചില്ല അന്ന്. പിന്നെ ആ ചെറുക്കന്റെ അമ്മാവനും അപ്പൂപ്പനും ഭയങ്കര കൂട്ടായിരുന്നു. അങ്ങനെ ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ഞങ്ങളെയാണ് കുറ്റം പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് നടത്തിയില്ല, നല്ല കേസല്ലായിരുന്നു. നീ മുടക്കിന്നല്ല, ഞങ്ങള് നടത്തിയില്ലെന്നാണ് ഇപ്പൊ കുറ്റം. ഇപ്പൊ അത് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അത് നാട്ടിൻപുറത്തുകാരനായിട്ട് മോൾക്ക് അത്ര താല്പര്യമില്ല. എന്നാൽ സിറ്റിയിലുള്ളതെന്ന് പറഞ്ഞത് ബാംഗ്ലൂരില് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ചെറുക്കനെ അയച്ചിരുന്നു. ഇതിപ്പോ എത്രാമത്തതായി? എനിക്ക് മനസമാധാനം തരില്ലേ നിങ്ങൾ ആരും? മക്കളെ, ഞങ്ങൾക്ക് മനസ്സിലായി നിന്റെ കാര്യം, നിന്റെ ആഗ്രഹവും ആവശ്യവും ഒക്കെ മനസ്സിലായി. ഞങ്ങള് പറഞ്ഞല്ലോ. പക്ഷെ അപ്പൂപ്പൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ അമ്മ, എന്റെ അച്ഛനും അമ്മയും ആരാണ്? അപ്പു അല്ല, നിങ്ങളാണ്. നിങ്ങളല്ല എന്റെ കാര്യം തീരുമാനം എടുക്കേണ്ട, അവരാണോ? മക്കളെ, നിന്റെ ഒരു നല്ല കാര്യത്തിനല്ലേ അപ്പൂപ്പൻ ആലോചിക്കുള്ളൂ. അല്ല, നിനക്ക് മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുവോ? അങ്ങനെ സംസാരിക്കരുത്. മക്കളെ, കുടുംബം എന്ന് പറയുമ്പോ അച്ഛനും അമ്മയും മക്കളും മാത്രമല്ല, കാരണവന്മാരും ബന്ധുക്കളും ഒക്കെ ചേർന്നാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ അതില് പ്രായം മൂത്ത ആൾക്കാർ പറയുമ്പോൾ നമുക്ക് അനുസരിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് കല്യാണം കഴിക്കണമെന്നല്ല പറഞ്ഞത് അപ്പൂപ്പൻ. ഇതൊന്നും എന്താ പറയാ, കൺസിഡറേഷനിൽ വെക്കാനാണ്. പെണ്ണ് കാണാൻ വേണ്ടി അവര് വരുമ്പോ ആ ഒരു ചടങ്ങ് നടത്തണം എന്നുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. പെണ്ണ് കാണാൻ വേണ്ടി വരുമ്പോ നടത്തണമെന്ന്. അത് വല്ലത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് പിന്നെയല്ലേ മക്കളെ, ഇപ്പൊ ആദ്യം ആ ലെവലിലൊന്നും ചിന്തിക്കണ്ട. പിന്നെ ചിന്തിക്കാതെ എങ്ങനെ ശരിയാവും അമ്മ? ഇതുപോലൊരു ബന്ധമാണ് ഇപ്പൊ അച്ഛനുമായിട്ട് വന്നത്. അമ്മയുടെ കേസ് അമ്മ എന്ത് ചെയ്തു? കണ്ണു അടച്ച് സമ്മതിച്ചു. അച്ഛൻ മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഇത്രയും പഠിച്ചിട്ട് സ്വന്തം കാലം നിൽക്കാൻ അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടോ? അത് അമ്മയ്ക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞോണ്ടാണ്. എന്തോട്ട് ജോലി വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നാളെ എന്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കി നശിപ്പിച്ച് കളയണം. നീ ചൂടാവല്ലേ റിങ്കി, സമാധാനപ്പെട്. മക്കള് ദേഷ്യപ്പെടാൻ വേണ്ടി പറയാൻ, അല്ലെങ്കിൽ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞതല്ല. അപ്പൂപ്പൻ പറയുമ്പോ നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റും, എതിർത്ത് പറയാൻ പറ്റൂ. നിങ്ങൾക്കറിയാം, എതിർത്ത് പറയേണ്ടടുത്ത് എതിർത്ത് പറയണോ അമ്മ? ജീവിതം ഒന്നേ ഉള്ളൂ. ഒരിക്കൽ തല വെച്ച് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഒരിക്കലും അതിൽ നിന്ന് മോചനം കിട്ടൂല. എനിക്ക് പറ്റില്ല ഇത്. നീ പറയണ ഞങ്ങൾക്ക് മനസ്സിലാവും. മക്കളെ, നീ കാണാന് ചെറുക്കനെ കാണാൻ കൊള്ളാവോ, എനിക്ക് ഇഷ്ടപ്പെടുന്നതാണോ എന്നൊക്കെ ഒന്ന് നോക്കിക്കൂടി. ചിലപ്പോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യും?
അമ്മ എന്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞല്ലോ. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, ഒരു ജോലി വേണം. സ്വന്തമായിട്ട് ഒരു ജോലി ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും നിങ്ങൾ പറ. അതിനൊന്നും തടസ്സമില്ല മോളെ. ഇതിപ്പോ അപ്പൂപ്പൻ ഒരു നല്ല ആലോചന വന്ന് പറഞ്ഞു, അവരൊന്ന് അടുത്ത ആഴ്ച കൂടി വരണമെന്ന് പറഞ്ഞു, ഫോട്ടോ അയച്ചു. നമുക്ക് അപ്പൂപ്പനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ അപ്പൂപ്പ നേരിട്ട് ഇടപെടുന്ന കാര്യമായതുകൊണ്ടാണ് ഇവര് പെണ്ണ് കാണാൻ വരുമ്പോ അപ്പൂപ്പ ഇങ്ങനെ എത്തും. അപ്പൂപ്പ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടി. നടന്നതേനെ അതേനെ എനിക്ക് പറയുള്ളൂ. പെണ്ണ് കാണാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നിരുന്നു കഴിഞ്ഞാൽ അത് ഉറപ്പിച്ചതുപോലെ അത് ഉറപ്പിച്ച് കല്യാണം നടക്കും. ഊരാൻ പറ്റൂല. ചിന്തിക്കാതെ മോളെ, അപ്പൂപ്പൻ വരട്ടെ, അപ്പൂപ്പനോട് നേരിട്ട് സംസാരിക്കാം. ആരച്ഛനാ? അതും നടന്നു തന്നെ. എന്താന്ന് വെച്ചേ ഞാൻ പോണു. മക്കളെ, നിങ്ങൾ എത്രത്തോളം ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനമ്മമാര് അവർ പറയുന്നത് കേൾക്കണം, നിങ്ങൾ പറഞ്ഞത് കേൾക്കണം. ഇതിപ്പോ എന്തോ ചെയ്യും ഞങ്ങള്? മോളെ വിഷമിക്കാതെ റിങ്കിയമ്മ, ഇത്രയും പറഞ്ഞിട്ട് വിഷമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പം ചാടിക്കരി പറയേണ്ട കാര്യം. ഞാൻ പറയേണ്ട രീതിയിൽ ഞങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കില്ല. നിന്റെ അടുത്ത് പറഞ്ഞതാ ഇപ്പൊ പ്രശ്നം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എത്ര പറയേണ്ട രീതിയിലായാലും പറയേണ്ടത് സെയിം കാര്യം തന്നെയല്ലേ. ഇതിപ്പോ നമ്മള് വിചാരിച്ചിരിക്കുന്ന നാളെ കല്യാണം നടത്തണമെന്നുള്ള രീതിയിലാണ്. അങ്ങനെയൊന്നും അല്ല വിചാരിച്ചു വെച്ചാൽ. നീ അപ്പൂപ്പനെ വിളിച്ച് പറ, നടത്താൻ പറ്റൂല. ഒരു കാര്യം ചെയ്യാം, അവർക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. നിനക്കല്ലേ പഠിക്കാനും വയ്യ, ഒന്നും ചെയ്യാൻ താല്പര്യം ഇല്ലാതിരിക്കണം. 18 വയസ്സ് ആവാറുമായി കെട്ടിച്ചുവിടട്ടാ. എന്തോ നമ്മ പറയണേ, എന്നെ കെട്ടിച്ചുവിടട്ടുന്ന? ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമെന്ന് വെച്ചാൽ ഉടനെ പിടിച്ച് കെട്ടിക്കാന്നല്ല. പിന്നെ എനിക്ക് പഠിക്കാൻ താല്പര്യം പറഞ്ഞാൽ എനിക്ക് ചിലപ്പം സയൻസും മാത്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് പഠിക്കാൻ താല്പര്യം കുറവായിരിക്കും. പക്ഷെ എനിക്ക് താല്പര്യമുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. എനിക്കെന്ത് ജോലി അതൊന്നും നേടണമെന്ന് ആഗ്രഹമൊന്നുമില്ല. നിങ്ങളൊന്നും ഇപ്പൊ എന്നെ വീണ്ടും വീണ്ടും കുഞ്ഞായിട്ടാണ് കാണുന്നത്. നിന്റെ ഇഷ്ടം പോലെ ചെയ്, നിന്നെ ഇപ്പൊ കെട്ടിക്കണില്ല, അവളുടെ കാര്യമാണല്ലോ. അപ്പൊ കെട്ടിക്കണമെന്ന് പറഞ്ഞാലും കെട്ടാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കുണ്ട് ആഗ്രഹങ്ങൾ, എനിക്കും ജോലി ഇതൊക്കെ കിട്ടും, വേറെ മേഖലയായിട്ട് ഞാൻ എവിടെയെങ്കിലും പോകും. അല്ല ഞാൻ കെട്ടില്ല. അയ്യോ, രണ്ടെണ്ണത്തിനെ എവിടെ നിന്ന് കിട്ടിയ ഭഗവാനെ? അമ്പര് വിരിന് അടുക്കാത്ത പിള്ളേര്. ഇവള് ഇപ്പൊ ചാടിക്കേറി പറയണ്ടേ. ഞാനൊരു കാര്യം ചെയ്യാൻ മണി, അച്ഛനെ വിളിച്ച് ഇപ്പൊ താല്പര്യമില്ലെന്നങ്ങ് പറയാം. പറയോ പറയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ നിന്ന് ഞാൻ പിള്ളേർ ഇങ്ങനെ അമ്പും മില്ലിലും അടുക്കാൻ നിന്ന് എന്ത് ചെയ്യണം നീ പറ. ഞാൻ എന്ത് ചെയ്യണം? അച്ഛൻ കഴിഞ്ഞ കാര്യത്തിൽ തന്നെ എന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ നെഞ്ചത്ത് ചാടല്ലേ ഇങ്ങനെ രവിയേട്ടനും കൂടെ ചാടിക്കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടത്. അതൊക്കെ സമാധാനത്തിൽ ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. ബഹളം കൂട്ടി ശബ്ദം ഉയർത്തിട്ട് കാര്യമില്ല. അറിയാതെ ഇനി പോയിട്ട് നമുക്ക് എന്തായാലും പറഞ്ഞത് ശരിയാക്കിയത്. എന്തോന്ന് പറഞ്ഞ് ശരിയാക്കാനടി? പറ, നീ ആദ്യം അത് പറ. ഇത് എത്ര നാള് കൊണ്ട് തുടങ്ങിയ ടോർച്ചറിങ് ആണ്. കല്യാണം 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 ഇല്ലാതെ എന്താ ജീവിക്കാൻ പറ്റില്ലേ പെണ്ണുങ്ങൾക്ക്? അത് പറ്റും, നമുക്ക് അച്ഛൻ്റെ അടുത്ത് പറയാം. ഇനി എന്ത് പറയാനാണ്? ഞാനൊരു പെണ്ണായതുകൊണ്ടല്ലേ എന്നെ ഇത്ര മാത്രം ഒരു ടോർച്ചർ ചെയ്യുന്നത്? ആണോ അല്ലയോ? എല്ലാവർക്കും ശല്യാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഇറങ്ങി പൊക്കോളാം. നോക്കിക്കേ, എന്നെ ആരും ഇനി കാണൂല. അങ്ങനൊന്നും പറയാതെ റിങ്കി. എടി പോട്ടെ, നമുക്ക് പറയാം നമ്മുടെ സിറ്റുവേഷൻസ്. എന്തെല്ലാം പറയാനുള്ള കാര്യമൊക്കെ പറഞ്ഞല്ലോ, നടക്കാത്ത പറയാം നമുക്ക്. നീ എന്ത് പറയാൻ പോണ്? ഞാൻ ആദ്യം പറ. അപ്പൊ തീരുമാനിക്കുന്ന അവനെ ഒരുത്ത വിളിച്ചോണ്ട് വരും. അവരെ മുമ്പ് ഞാൻ വീണ്ടും ഒരുങ്ങി കെട്ടി നിൽക്കണം. എന്നിട്ട് അവര് പറയുന്ന കല്യാണം ഞാൻ അങ്ങ് കഴിക്കണം. അവസാനം എന്റെ ഫ്യൂച്ചർ എന്താവും ആരും ചിന്തിക്കുന്നില്ല. അച്ഛനും അമ്മ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അപ്പൂപ്പൻ പറഞ്ഞപ്പോ കാല് മാറിയതുണ്ടില്ലേ? നമുക്ക് അപ്പൂനോട് സംസാരിക്കാടി. ഞാൻ ഇനി എന്ത് സംസാരിക്കുന്നു പറ, നീ പറയും. മൂത്തോരിക്കുമ്പോ ചെറിയ കുട്ടികൾ വാ തുറക്കാൻ പാടില്ല. അമ്മ കണ്ടില്ലേ, അമ്മ എല്ലാം പറയുന്ന അപ്പു പറയുന്നത് കേട്ട് ജീവിച്ചിട്ട് അവസാനം എന്തായി? ഞാൻ താഴെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്. അച്ഛൻ മോശക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അപ്പുവിന്റെ വാശിയിൽ പുറത്ത് തീരുമാനിച്ച ആ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ജോലി കിട്ടിയതിനു ശേഷം കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇപ്പൊ ഒരു ജോലി ഉണ്ടായേനെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ജോലി നോക്കാന്ന് പറഞ്ഞ് കെട്ടിയതാണ് ഇപ്പം ഈ ഗതിയായത് എന്റെ അമ്മ. നിനക്കറിയാലോ. ആരോട് പറയാൻ? ഇവരൊക്കെ ഇത് കേക്കണ്ടേ, പറഞ്ഞാ മനസ്സിലാവണ്ടേ? അപ്പൂപ്പന്മാരൊക്കെ എന്തു ചെയ്യാൻ? ഇവര് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. നീ എന്താ പറഞ്ഞ? അച്ഛനും അമ്മയും നമ്മളൂടെ നിക്കൂന്നല്ലേ? ഇതാ നോക്ക്, ചെറുക്കന്റെ ഫോട്ടോയും മൊബൈൽ നമ്പറും അയച്ചു തന്നിരിക്കുക. ഇങ്ങനെയാടെ അച്ഛനും അമ്മയും കൂടെ നിൽക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ട. ഫോട്ടോയും മൊബൈൽ നമ്പറും. ചേച്ചി എന്ത്?